സനീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് മാറ്ററിലായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളെ മലയാളത്തിൻ്റെ മലയാളത്തിൻ്റെ അഹങ്കാരം തന്നെ പറയാം. നമ്മളെ ഫേമസ് യൂട്യൂബർ ഫിറോസ് കെയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, പൊന്നാങ്കണ്ണി ചീര. അതായത് പകൽ പോലും നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്ന അത്രയും ഗുണമേന്മയുള്ളൊരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ആ വീഡിയോ കണ്ട ഉടനെ തന്നെ ഞാനൊന്ന് ഓർഡർ ചെയ്തിരുന്നു, നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് സാധനം കിട്ടി. അത്യാവശ്യം കുറച്ച് തൈകളുള്ള ഒരു പാക്കറ്റായിട്ടാണ് തന്നത്. നമ്മുടെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് നമുക്ക് കൈവശം കിട്ടിയത്. അപ്പോൾ തന്നെ നമ്മളതിൻ്റെ ഒരു 3 ഗ്രോ ബാഗുകളായിട്ട് അടിവളമൊക്കെ ചേർത്ത് നമ്മൾ സെറ്റായിട്ട് ഇട്ടു. അപ്പോൾ നന്നാവോ ഇല്ലെന്ന് അറിയില്ല. കൊറിയർ വന്നോടൻ തന്നെ നമുക്കൊരു ചെറിയൊരു വാട്ടർ ലെവൽ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്ന രീതിയിൽ നമ്മളത് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ആ ഒരു ചെടിയുടെ വളർച്ചയും, അതായത് ഏകദേശം 3 ആഴ്ച മുമ്പാണ് നമ്മൾ നട്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് അതിൻ്റെ ആ ഒരു വളർച്ചയും അതിൻ്റെ നമുക്കത് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പോകുന്ന ഒരു രംഗമാണ് ഞാൻ ഇന്ന് വീഡിയോ കാണുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നേരെ പൊന്നാങ്കണ്ണി ചീരയുടെ ആ വളർച്ചയെ പറ്റി കാണാം. ഇതാണ് നമ്മളെ പൊന്നാങ്കണ്ണി ചീര. 3 ഗ്രോ ബാഗുകളായിട്ടാണ് നമ്മൾ നട്ടത്. 3 നല്ല അടിപൊളിയായിട്ട് നന്നായി വളർന്നിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടായില്ല. ആവശ്യത്തിന് വെള്ളവും കൊടുത്തു. ആദ്യമേ നമ്മൾ ചാണകപ്പൊടിയും അതേപോലെ കോഴിവളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടിവളമായിട്ട്. അപ്പോൾ വേറൊന്നും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കേണ്ടത് മാത്രമേ വന്നിട്ടുള്ളൂ. നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളത് കട്ട് ചെയ്തിട്ട് വറവാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ ചീര തണ്ട് ഇങ്ങനെ മൂപ്പെത്തുകയെന്നൊക്കെ പറയില്ലേ, കുറച്ച് ഉറപ്പ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ അത് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പകല് നമുക്ക് നക്ഷത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ അത്രയ്ക്ക് ഗുണമേന്മയുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്നിത് വറവായി കഴിക്കുന്നതുകൊണ്ടാണെന്നറിയില്ല. ഇന്നലെ വൈകുന്നേരം എൻ്റെ കണ്ണടേൻ്റെ കണ്ണടേൻ്റെ ഫ്രെയിം പൊട്ടിപ്പോയി. അപ്പോൾ അതെന്തായാലും മാറ്റണം. ചിലപ്പോൾ ഇത് കഴിച്ച് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും, അത്രയും പവർ നമ്മളെ കണ്ണിന് കിട്ടുമെന്ന് അറിയില്ല. നോക്കാം. ഇതാണ് നമ്മളെ പൊന്നാങ്കണ്ണി ചീര. അത്യാവശ്യം ഇതിൻ്റെ സൈഡ് ലീഫിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് ചുവപ്പ് കളർ കാണാൻ പറ്റും. ഒരുതരം ചുവപ്പല്ല, ഒരുതരം ബ്രൗണിഷായ കളർ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഓക്കെ, നല്ല വളർച്ച കേട്ടോ, നല്ല വളർച്ചയാണ്. പിന്നെ സാധാ ചീര വളർന്ന പോലെ തന്നെ വളർച്ച വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ലീഫ് നമ്മൾ സാധാരണ ചുവപ്പ് ചീരയുടെ അത്രയും വലുതാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് എല്ലാ ചെടിയും നമ്മൾ 3 ഗ്രോ ബാഗുകൾ നട്ടവരും ഏകദേശം ഇതേ വലുപ്പം മാത്രമേ കാണുന്നുള്ളൂ. ഇതിൽ കൂടുതൽ അങ്ങനെ ഒരു ലീഫ് വലുതായിട്ട് കാണുന്നില്ല. അത് ആദ്യത്തെ കാഴ്ചയായതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ ഫിറോസ്ക പറഞ്ഞതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഫിറോസ്കേൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ജർജറിൻ്റെ വിത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 145 രൂപയാണ് തോന്നുന്നു ഷിപ്പിങ്ങിൻ്റെ വരുന്നത്. ഞാനൊരു 3 പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊരു സാധനം കിട്ടിയില്ല, ഇപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ അത് നമ്മളൊരു ഹൈഡ്രോപോണിക്സ് വഴിയും അതേപോലെ തന്നെ സാധാരണ ഇതേപോലെ ഈ ഗ്രോ ബാഗിലായിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനാണ് ഉള്ളത്. അപ്പോൾ അതിനുണ്ട് ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു ചെറിയൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പം നോക്കുന്നത്. അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ചകിരിച്ചോറ് അതേപോലെ ന്യൂട്രിയൻസ് ഇതൊക്കെ വാങ്ങണം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിത് വിളവെടുക്കേണ്ട ആ ഒരു രീതിയിലേക്ക് പോവാം. സനി മുറിച്ചിട്ട് കുഞ്ഞിൻ്റെ ശേഷം കൊടുത്ത സമ്മയ്യ അമ്മക്ക് ചീര വാങ്ങണേ. ആ സൻവി കരയോ അംഗൻവാടി പോയി വന്നിട്ട് അവളെ ഫ്രൈവിലില്ലാന്ന് പറഞ്ഞിട്ട്? സനി അങ്ങനെ നമ്മൾ പൊന്നാങ്കണ്ണി ചീരയുടെ വർഷത്തെ വിളവെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. മിക്കവാറും ഞാൻ പകൽ നക്ഷത്രങ്ങളെ കാണും, കാരണം കണ്ണടയൊക്കെ ഇന്നലെ പൊട്ടി. കുഞ്ഞിൻ്റെ ശേഷം കൊടുക്ക്, ചാടല്ലേ. ഇന്ന് നമുക്കിത് വറവാക്കാം കേട്ടാ, രാത്രി ചോറിന്. തിന്നണേ, തിന്നുവാ. ഏത് തിന്നുവാ? ഇത് തിന്നുവാ, ഇത് തിന്നുവാ. ആ അങ്ങനെ സന്മയുടെ കൈശം പൊന്നാങ്കണ്ണി ചീര ആദ്യമായിട്ട്. ഇതാണ് സുഹൃത്തുക്കളെ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഇത് വറുത്തിട്ട് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് പറയും. ഓക്കെ സനി, ഇത് കംപ്ലീറ്റ് മുറിക്കണോ? 2 സ്റ്റെപ്പായിട്ട് എടുത്താൽ പോരെ, 2 സൈഡ് എടുത്താൽ പോരെ അല്ലേ? അത്ര കിട്ടല്ല, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല വളർച്ച കിട്ടിയില്ലേ? കാരണം അത്രയല്ലേ, ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ നമുക്ക് പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നേ. ആ ജർജറിൻ്റെ വിത്തും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ആഴ്ച തന്നെ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ? കമ്മ ചാടല്ലേ. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ പൊന്നാങ്കണ്ണി ചീരയെല്ലാം പറിച്ചെടുത്തു. ഫുള്ള് എടുക്കുന്നില്ല കേട്ടോ. ഇന്ന് രാത്രിക്കുള്ള വറവിന് വേണ്ടി മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ.
ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വറുത്തതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ബായ്.